ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ നാളായിട്ട് വ്ളോഗ് ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ വീണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് രാവിലത്തെ വ്ളോഗ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം രാവിലത്തെ വ്ളോഗാണെന്ന് ഇടയ്ക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്, മാറി മാറി വരാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം വൈകിയ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരമൊക്കെ നന്നായി വെളുത്ത് വന്നിട്ടുണ്ട്. ചോറിനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഉരുളൻകിഴങ്ങും സബോള ആയിട്ട് അരിയണത്, അതായത് ഇഷ്ടു കറി എന്നായിട്ട് നമ്മളിവിടെ പറയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. മസാലക്കറി അല്ല, ഉരുളൻകിഴങ്ങും സബോളയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ നൂൽപ്പെട്ടിൽ ഉണ്ടാക്കുന്ന കോമ്പിനേഷൻ ആയിട്ട് തേജപ്പൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് ഉരുളൻകിഴങ്ങും സബോളയും വെളുത്തുള്ളിയും ആണ് കേട്ടോ വേവിക്കാൻ വെക്കണത്. അപ്പോൾ ആദ്യം തന്നെ പച്ചമുളകും ഉണ്ട്. അപ്പോൾ പച്ചമുളകും ഉരുളൻകിഴങ്ങും സബോളയും അതിലേക്ക് ഇതേ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി വേവിക്കാൻ വെക്കും കേട്ടോ. ഉരുളൻകിഴങ്ങ് നന്നായി ഉടയണം, അതുകൊണ്ട് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ പാകത്തിന് ഇത് ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് എന്താ പറയുക, നമ്മുടെ നൂൽപ്പെട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാണ്. നൂൽപ്പെട്ടിന് കുഴക്കണ്ടേ. അപ്പോൾ അത് ഇതേ വെള്ളം തിളച്ച് വന്നു. നൂൽപ്പെട്ടിൻ്റെ പൊടി ഇട്ടു. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിപ്പോൾ ഇട്ട പാക്കറ്റ് പൊടിയില്ല, പാക്കറ്റിൻ്റെ പേരിക്ക് അറിയില്ല, ഒരു ബ്ലൂ കളറിലുള്ളത്. ഈ പൊടിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഈ പൊടി എങ്ങനെയൊക്കെ കുഴച്ചാലും നമ്മുടെ നൂൽപ്പെട്ട് സോഫ്റ്റായിട്ട് കിട്ടാറില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ കുഴയ്ക്കുമ്പോഴുള്ള കുഴപ്പമാണ്. പക്ഷേ വേറെ ബ്രാൻഡിൻ്റെ പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട്. പക്ഷേ ഈ ഒരു പാക്കറ്റ് മാത്രം ഉണ്ടല്ലോ, എത്ര കുഴച്ചാലോ നല്ല ബലം വരണ പോലെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. പക്ഷെ വാങ്ങിയില്ലേന്ന് വിചാരിച്ചിട്ട് അത് തീർക്കണ്ടേ, അതിന് വേണ്ടി എടുക്കാട്ടോ. പിന്നെ ഇന്ന് നമ്മൾ പാൽക്കാപ്പി വെക്കാട്ടെ. കുറേ ദിവസമായിട്ട് ശർക്കര പാൽക്കാപ്പി കുടിച്ചിട്ട്. അപ്പോൾ അതിന് പാലും പാകത്തിന് വെള്ളവും ശർക്കരയൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഒരു സ്പൂണല്ല കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്, തിളച്ച് പോകുമ്പോൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നൂൽപ്പെട്ട് മാവൊക്കെ കുഴച്ച് കാക്കി സെറ്റാക്കിയിട്ട് വേവിക്കാനും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാല് കുറേ പേര് പറഞ്ഞു ശർക്കരയും പാലും കൂടി ഇടുമ്പോൾ പിരിയുന്നുണ്ട് എന്ന്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇവിടെ എനിക്ക് പിരിയാറില്ല കേട്ടോ. അങ്ങനെ ചായ അരിച്ചിട്ട് ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വിൻഷാട്ടിൻ്റെ കുളി കഴിഞ്ഞിട്ട് വിളക്ക് കൊളുത്തുന്നുണ്ട്. വിൻഷാട്ടിനൊന്ന് കുറച്ച് നേരത്തെ പോകണം കേട്ടോ. അതുകൊണ്ട് വിൻഷാട്ടിനായിരുന്നു വിളക്കൊക്കെ കൊളുത്തിയത്. പിന്നെ നൂൽപ്പെട്ട് വിൻഷാട്ടിന് പേഴ്സണലി വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. വെച്ചാൽ അങ്ങോട്ട് ഒരെണ്ണോ രണ്ടെണ്ണോ അങ്ങോട്ട് കഴിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ ചപ്പാത്തി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ. അപ്പോൾ അത് വേഗം എടുത്തിട്ട് ഞാൻ ചുട്ടുവിട്ടു. അപ്പോൾ വിൻഷാട്ടിന് അത് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങും സബോളയൊക്കെ വെന്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും ഒറ്റിച്ചു കൂട്ടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി. നന്നായി ഉടക്കിണ്ടിട്ട് വെള്ളം വല്ലാണ്ട് വെള്ളത്തോടക്കനെ എല്ലാട്ടും ഉണ്ടാക്കുക. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് സംഭവം സെറ്റാക്കിയിട്ട്. അപ്പോൾ വിൻഷാട്ടിന് ഞാൻ 2 മുട്ടയും കൂടിയും ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയും ബോയിൽഡ് എഗ്ഗും പിന്നെ നമ്മുടെ ഈ ഒരു ഇഷ്ടു കറി ഇട്ട ഉരുളൻകിഴങ്ങും സബോളയും കറിയും കൂടിയിട്ട് വിൻഷാട്ടിന് ചായക്കുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ചൂടാറാനായിട്ട് അങ്ങനെ ഇതാക്കി വെച്ചത്. കാരണം ധൃതി പിടിച്ചിട്ടാവും ചായ കുടിക്കാൻ വന്നിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു എളുപ്പപ്പണി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ തേജപ്പ് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എനിറ്റ് വരുന്ന വരവാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് അങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം കുറച്ച് പാത്രങ്ങൾ നമ്മുടെ ഇഷ്ടു കറിയൊക്കെ വെച്ചതില്ലേ, ആ കുക്കറും കാര്യങ്ങളൊക്കെ കഴുകി ഒന്നാക്കിയിട്ട്. കാരണം കുക്കറൊക്കെ വലുതല്ലേ. അപ്പോൾ അത് ഇതിൽ കിടക്കുമ്പോൾ അങ്ങോട്ട് നമ്മുടെ കൊട്ടത്തളം നിറഞ്ഞ ഒരു ഫീലായിരിക്കും. പിന്നെ നമ്മുടെ നൂൽപ്പെട്ട് ഉണ്ടാക്കിയ പാത്രവും ഒക്കെ കൂടി ആകെ 4 പാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ വലിയ പാത്രങ്ങളായതുകൊണ്ട് നിറഞ്ഞ് വൃത്തികേടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. പിന്നെ എനിക്ക് നല്ല വിശപ്പ് തോന്നി കേട്ടോ. പിന്നെ 4 ചപ്പാത്തി ഞാൻ വിൻഷാട്ടിന് ഉണ്ടാക്കിയത്. അപ്പോൾ 4 വേണ്ട, മുട്ടയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 ചപ്പാത്തി വിൻഷാട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അതിന്ന് ഒരു ചപ്പാത്തി ഞാൻ എടുത്ത് കഴിക്കാനിരുന്നു. എനിക്ക് നല്ല വിശപ്പ് തോന്നി, അതുകൊണ്ട് ഞാൻ കഴിക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചപ്പാത്തി ഞാൻ എടുത്ത് കഴിച്ചു, ഇഷ്ടക്കറിയും കൂടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് തേജപ്പനെ വിളിക്കുക കേട്ടോ. അവനിങ്ങനെ ശല്യപ്പെടുത്തിയാലാണ് അവൻ പതുക്കെ അവിടെ നിന്ന് എനിക്ക് വരുള്ളൂ. അപ്പോൾ തേജുവിനെ അതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കഴിക്കണേ എൻ്റെ ഒപ്പട്ട തേജു എനിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് അവൻ എനിപ്പിച്ച് കഴിഞ്ഞാൽ അവനെ ബാത്റൂമിലൊക്കെ ഒന്ന് കൊണ്ടിരുത്തണം. നമ്മുടെ തേജപ്പൻ നീച്ച് വന്നിട്ടുണ്ട് കേട്ടാ. ഞാനെങ്ങനെയാണെന്നറിയോ, എന്തോട്ടാ വല്ല പാത്രം കഴുകുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നേരം വൈകിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയിട്ട് വിളിക്കില്ല. അങ്ങനെ തിരിച്ച് വന്നിട്ട് വിളിക്കും, തേജു എനിക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യും. പിന്നെയും ചെല്ലും, തേജു എനിക്ക് അങ്ങനെയല്ലേ വിളിക്കുക. അപ്പം ഇന്ന് ഞാൻ അവൻ്റെ അടുത്ത് പോയിരുന്നു വിളിച്ചിട്ടില്ല കേട്ടാ. ഞാനവിടെ ചെന്നിട്ട് തേജു എനിക്കിടെ പറഞ്ഞു. അങ്ങനെ ഞാൻ പാത്രം കഴുകുമ്പോൾ ഒരാളിവിടെ വന്നിക്കണു. തേജുവിനെ കാണിച്ചായിരുന്ന ജെട്ടിട്ടിട്ട് ഒരാൾ വന്നിക്കണു. ഇനി പോവാ പല്ലേച്ചിട്ടില്ല. അയ്യോ, ഞാൻ പല്ലേപ്പിക്കിട്ട് ബോധം പോവും. പല്ലേച്ചിട്ട് വരാൻ പറയും. ഉറക്ക പറയും. ടാറ്റ പറയും.
അങ്ങനെ തേജപ്പനെ ഇതേ ബാത്റൂമിൽ കൊണ്ടിരുത്തിയിട്ടോ പ്രഭാത കൃത്യങ്ങളൊക്കെ അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ആ നേരം കൊണ്ട് ഞാൻ ഇതേ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇതേ കുടഞ്ഞ് വിരിച്ച് ഇട്ട് അല്ലാതെ മടക്കി അവിടെ വൃത്തിയാക്കി ഇടൂട്ടാ. ചില ദിവസങ്ങളിൽ എനിക്ക് ബെഡ്ഷീറ്റ് അങ്ങനെ പെട്ടെന്ന് വൃത്തിയാക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ അങ്ങനെ ഇടും. തേജ് പോയിട്ടൊക്കെയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുക. പക്ഷെ കൂടുതൽ ദിവസങ്ങളിലും ഞാൻ ഈ ഒരു നേരട്ടാവും ബാത്റൂമിൽ ഇരിക്കില്ല. ആ നേരത്ത് ഞാനെല്ലാം കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇന്ന് അങ്ങനെയൊക്കെ ഒരു നേരം കിട്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ വേഗം എല്ലാം കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ വിൻഷേട്ടൻ ഒന്ന് നേരത്തെ പോകണം. അപ്പൊ വിൻഷേട്ടനും ഫുൾ തിരക്കിലാണ്, പോണ്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ വിൻഷേട്ടനും. തേജപ്പന്റെ കുളി കഴിഞ്ഞുട്ടാ. കുറെ പേര് ചോദിക്കാറുണ്ട്, തേജയോ ഈ എന്താണ് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണത് ചോദിക്കാറുണ്ട്. എന്താ പ്രാർത്ഥിക്കാറ്? വലുതായ ജോലി ഉണ്ടാക്കണേന്നാ ചേട്ടാ, വലുതായ ജോലി ഉണ്ടാക്കണേന്ന് കുരു കാട്ടാ ചായര. കൊറേ പേരുടെ സംശയം തേജ് ഇങ്ങനെ തൊഴിണ് കാണുമ്പോ തേജ് എന്താണ് അവിടെ പോയി തൊഴിണ് എന്നുള്ളത്. ഇപ്പൊ കേട്ടില്ലേ? എന്താ തൊഴുക? പഠിക്കാൻ ബുദ്ധി കിട്ടണേ, വലുതായ ഒരു വീടോ ഒരു ജോലി കിട്ടണേ. വീടൊരു ജോലി ആരാ? എന്നിട്ട് പഠിക്കാൻ ബുദ്ധി കിട്ടണ്ട വല്ലതും? കിട്ടണ്ടാ? 1 2 3 സ്പെല്ലിംഗാ? പിന്നെ എന്തൊട്ട് അറിയണ്? ഞാൻ ചായ എടുക്കട്ടെ. ചായ കുടിക്കട്ടെ പറയും. ഞാൻ സൗണ്ട് കൊടുക്കട്ടുണ്ണിയാ. ഞാൻ തേജുവിനെ നൂൽപ്പൊട്ടും കറിയും കൊടുക്കട്ടാ. ഇന്ന് ഞാൻ കുളിക്കണില്ല, രാവിലേക്ക് കുറച്ച് പണി ഉണ്ടാക്കിണ്ടാ കുളിക്കണുള്ളൂ. അതുകൊണ്ട് മാത്രം തേജുവിന് ഞാൻ വാരി കൊടുക്കും. അല്ലെങ്കിൽ ഞാനിത് കൊടുത്തിട്ട് അമ്മ കുളിക്കാൻ പോലെ ചെയ്യാറ്. ഇപ്പൊ തേജു ഇരുന്ന് കഴിക്കും. പിൻഷേട്ടന് ഫുഡ് കൊണ്ടുപോകണ്ട കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് വേഗം പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കൈയോടെ നമ്മുടെ തേജപ്പനെ കൊണ്ടുപോകാനുള്ളതാക്കി. അവന് നൂൽപ്പിട്ട് ഇഷ്ടമാണ് കേട്ടോ. നൂൽപ്പിട്ടും ഈ ഒരു കറി ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ അതാട്ടാക്കിയത്. പിന്നെ അതേ ഒരു ബദാമും കാഷ്നട്ട്സും ഡേറ്റ്സും ഒക്കെ വെച്ചിട്ട് അവൻ്റെ പാത്രങ്ങൾ ക്ലോസ് ചെയ്തു കിട്ടാം. പിന്നെ അവന് കൊണ്ടുപോകാനുള്ള ഇഷ്ടു കറി ആയിട്ടാ ഒരു പാത്രത്തിലാക്കണത്. പിന്നെ സ്നാക്സ് ആക്കണം കേട്ടോ. അപ്പോൾ 2 ഓറഞ്ചും ഓറിയോൻ്റെ ഒരു പാക്കറ്റും വെച്ച് കൊടുത്തിട്ട് അവന് ചെറുപ്പടാ. അതെയോ? എന്തത്? ശരിക്ക് പാമ്പാ വരൂട്ടാ അങ്ങനെ പറഞ്ഞാ, വെറുതെ പറഞ്ഞാ. പഠിക്കാൻ പോവാ പറയും ഇനി നമ്മുടെ കുട്ടിയെ. അപ്പൊ ഗൈസ് തേജപ്പം പഠിക്കാൻ പോവാ അല്ലേ? എന്റെ കുളി കഴിഞ്ഞിട്ടില്ല ഏട്ടെന്ന്. കുറച്ച് പണിയുണ്ട്. അപ്പൊ വന്നിട്ടേ കുളിക്കുന്നുള്ളൂ. ടാറ്റ എടുക്ക്. അപ്പൊ ഡെമോക്ക് വേണ്ടിട്ടല്ലേ കുണുങ്ങി പോണ്. എന്നിട്ട് തിരിഞ്ഞ നടക്ക് നിക്ക്. വായ മിച്ചുൻ്റെ പഞ്ഞി വാങ്ങാം അവിടുന്ന്. എന്തത് ഇന്ന് നല്ല പൊലിവ്? വീടണ്ടാട്ടാ മൂക്കും കുത്തിയിട്ട്. എടാ വീടണ്ടാ. തേജുൻ്റെ ഇതേ പഞ്ഞിയാണ് കേട്ടോ. അതായത് ആക്ടിവിറ്റി ബുക്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ അവന് പഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പൊ അത് ഞാൻ അപ്പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തതാണ്. ആ അതെയാ? നോട്ടെ. അമ്പലത്തിൽ ഇതേ രാവിലെ തന്നെ വായനയാട്ടോ കേൾക്കണത് ഇന്ന്. പിന്നെ നമ്മുടെ തേജുവിൻ്റെ വണ്ടി ഇതേ വരുന്നോട്ടെ. ഞാൻ അവനെ വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പണികളൊന്നും കുറേ ഉണ്ട്. തേജപ്പം പോയിട്ടാ. എനിക്ക് ഇന്ന് കുറേ പണിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുളിയൊന്നും തീർത്തിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഉണ്ടോയെന്ന് ചോദിച്ചറിയില്ല. എനിക്കുണ്ട് കേട്ടാ. ഇപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വന്നിരിക്കുമല്ലോ. അതുവരെ നമ്മളിങ്ങനെ കുറേ അവരെ പറഞ്ഞയക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ആവില്ലേ. അതൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഫോണ് കയ്യിൽ എടുത്താണ്ടല്ലോ പിന്നെ 9:30 10 മണി വരെ എന്നെ നോക്കണ്ട. ഞാൻ
ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ച് കമൻസിനുള്ള റിപ്ലൈ കൊടുക്കുക, മെയിനായിട്ട് അതായിട്ട് ചെയ്യലാണ്ട്. കുറേ റീലിരുന്ന് കാണുന്നല്ല, ചില സമയത്തൊക്കെയാണ് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കയറി കുറച്ച് റീലൊക്കെ അല്ല നല്ല പാട്ടുകളൊക്കെ കണ്ടാൽ അതൊക്കെ എടുത്ത് നോക്കുക. അങ്ങനെ ചെയ്യാറിട്ട ഒരു കമൻറ്റ് വന്നതാ. അപ്പോൾ പരമാവധി ഞാൻ ഈ ഒരു ടൈമിലാണ് കമൻസിന് റിപ്ലൈ കൊടുക്കുക. അപ്പം അങ്ങനെ അങ്ങോട്ട് ഇരിക്കും. സാധാരണ ഇപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് അടിച്ചോരി തുടയ്ക്കുക, പിന്നെ തിരുമ്പുക, ഒരു പണിയും ഉണ്ടാവാറുള്ളൂ, ബാക്കിയൊക്കെ ഒതുക്കി തീർക്കാറുണ്ട് ഞാൻ. പക്ഷെ ഇന്നെന്താ വെച്ചാൽ അടിച്ചോരി തുടയ്ക്കണം, ചോറായിട്ടുണ്ട്, കൂട്ടാൻ വെക്കണം. തേജുവിന് ഞാൻ നൂൽപ്പെട്ടാട്ടോ കൊടുത്തയച്ചേക്കണ്. പിന്നെ മിൻഷാട്ടിന് വിസിറ്റാണ്, അപ്പോൾ ഫുഡ് വേണ്ട പറഞ്ഞിട്ട് അപ്പോൾ ചായ കുടിച്ചിട്ടാണ് പോയത്. അപ്പോൾ കറി എന്തെങ്കിലും വെക്കണം. പിന്നെ ഇന്നലെ നമ്മൾ സാധനങ്ങൾ കുറേ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ഞാൻ. അപ്പം എന്താ പറയുക, സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കിയിട്ടെല്ലാം ഒതുക്കി പറക്കി വെക്കണം, അടിച്ചോരണം, തുടയ്ക്കണം. അതന്നെ ഉള്ളൂ പണി, അതന്നെ ഉള്ളൂ. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി കുറേ വാങ്ങിക്കൊണ്ടുവരുമല്ലോ, അപ്പം മൊത്തത്തിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒതുക്കി വെക്കുക പറഞ്ഞാൽ നല്ല പണിയാണ്. അപ്പോൾ നമ്മുടെ ഒരു മാസത്തിലെ അങ്ങനെ വാങ്ങില്ലേ, നമ്മളങ്ങനെ വലിയൊരു പർച്ചേഴ്സിനാണ് പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കുളിക്കാൻ നിന്നില്ല, ആകെ ഒരു ഇതാവും ഞാൻ. പിന്നെ എല്ലാം കഴിഞ്ഞ് കുളിക്കാൻ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഇരുന്നാണ്. ആ സമയത്താണ് കയറി വരുമ്പോൾ കമൻറ്റ്സ് കിട്ടണത്. അപ്പോൾ ഒരു ചേച്ചിയാണ്, അനിയത്തിയാണ്, ആരാണ് ആ ഓട്ട കുറേ മുന്നേ എന്തോ കമൻറ്റ് ഇട്ടുണ്ട്, എന്താ ഡ്രാമാറ്റിക് ഫാമിലി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടുണ്ട്. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ, താങ്ക് യു എന്നോ വാവുന്നോ എന്തോ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അതിനുള്ള ബാക്കി റിപ്ലൈ കൊടുത്തിരിക്കണത്. ഡ്രാമാറ്റിക് ഫാമിലി പറയുന്നത് അവർക്ക് അവരുടെ ലൈഫിൽ കാണാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ കാണുമ്പോൾ അത് ഡ്രാമയാണ്. അത് നമുക്കായാലും അങ്ങനെയല്ലേ, നമ്മുടെ ജീവിതത്തിൽ കാണാത്തൊരു കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ ഒക്കെ വെറുതെ ആവും, കാട്ടിക്കൂട്ടിലാവും എന്നൊക്കെ തോന്നില്ലേ. അങ്ങനെ തോന്നുന്നതാണ് ചേച്ചി, അല്ലാണ്ട് നമ്മുടെ കുറ്റമല്ല അത്. എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, ചിലവരിപ്പോൾ ഓരോരുത്തരുടെ ലൈഫിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിലത് വിശ്വസിക്കാൻ പറ്റാറില്ല. മെയിനായിട്ട് എക്സാമ്പിൾ തന്നെ ചിലവർ അവരുടെ ഹസ്ബൻഡിനെ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇൻഷാട്ടിനെ ചിലർ പറയും, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയിട്ടൊക്കെ പേഴ്സണലി നമ്മളിങ്ങനെ സംസാരിക്കും, പറയും ഇങ്ങനോട് ഇങ്ങനെ പറയട്ടോ, നിന്റെ ഭാഗ്യടി നിനക്ക് ഈ വിൻഷാട്ട് ഇത്ര സപ്പോർട്ട് ഇല്ല പറയുമ്പോൾ ഞാൻ ആടി. എനിക്ക് അങ്ങനെയാണ് വിൻഷാട്ടിനെ വെച്ചിട്ട്. നമ്മളിപ്പോൾ എന്താ, നമ്മൾ ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക അല്ലേ. ഇപ്പം നമ്മുടെ മോനായിക്കോട്ടെ, നമ്മുടെ അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, എന്തായാലും ആരെങ്കിലും അവരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എൻ്റെ അമ്മ അങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെയാലോ, അങ്ങനെ ചിന്തിക്കില്ലേ. അപ്പം അതുപോലെ ഞാനും ചിന്തിക്കും. പക്ഷെ അവരുടെ ലൈഫിൽ ഓരോന്നും പറയുമ്പോൾ നമുക്ക് അതിശയവും, ഇങ്ങനെയൊക്കെ ഉണ്ടോ ആൾക്കാർ, എപ്പോഴും ഇങ്ങനെയൊക്കെ പറയുമോ, അങ്ങനെ ചിന്തിക്കില്ലേ. അപ്പം നമുക്ക് എന്താ, അവരുടെ ലൈഫ് ഒരു ഡ്രാമാറ്റിക് എന്ന് അങ്ങനെ പറയല്ലാട്ടാ. അപ്പം നമ്മുടെ ലൈഫിൽ കാണാത്ത കാര്യം അവരുടെ ലൈഫിൽ കാണുമ്പോൾ നമുക്കൊരു കഥയാണത് അല്ലേ. നമ്മൾ അനുഭവിച്ചാലല്ലേ നമുക്കത് അറിയുള്ളൂ. എന്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലായി തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരിത്. അപ്പം അതുകൊണ്ടായിരിക്കും ചേച്ചിക്കാണ് തോന്നിയിട്ടുണ്ടാവുക ഡ്രാമാറ്റിക് ഫാമിലിയിൽ നിന്ന് ചേച്ചിയുടെ ലൈഫിൽ കാണാത്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും മറ്റുള്ളവരുടെ ലൈഫിൽ കാണുമ്പോൾ തോന്നും. സ്വാഭാവികമാണ്, എനിക്ക് അത്രയും മറുപടി പറയാനുള്ളൂ. അപ്പോൾ അത് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇപ്പോൾ ഒരു കമൻറ്റ് കേട്ടോ, എന്താ പ്രൊമോഷൻ ചെയ്യുമല്ലോ നമ്മൾ, മെയിനായിട്ട് ഡ്രസ്സിൻ്റെ കേട്ടോ. അപ്പോൾ കുറച്ച് ചേച്ചിമാർക്കുള്ള പ്രശ്നമാണ്, നമ്മൾ ഈ ഡ്രസ്സിൻ്റെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഓസിക്ക് വാങ്ങിയിട്ട് വീഡിയോ ചെയ്യാൻ നാണില്ലേ, എന്തിനിങ്ങനെ ഓസിക്ക് വാങ്ങണമെന്ന് ഞാൻ ക്ലിയർ ആക്കട്ടെ. ഞാൻ ഓസിക്ക് മാത്രമല്ല വാങ്ങണത്, ഡ്രസ്സ് വിത്ത് പെയ്ഡ് പ്രൊമോഷനാണ് ഞാനിപ്പോൾ ചെയ്യണത്. ആദ്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ട് ആ ഡ്രസ്സിൻ്റെ പ്രൊമോഷൻസ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യണത്, പെയ്ഡ് പ്രൊമോഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതായത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഇപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട്, ഈ ഡ്രസ്സിൻ്റെ ഒക്കെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കിട്ടുമോ, ഡ്രസ്സ് കിട്ടുമോ എന്നൊക്കെ. ഡ്രസ്സ് കിട്ടും, കാരണം നമുക്ക് തരുന്നതല്ലേ, നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ തരുന്ന സാധനമാണ്. ഓക്കെ, ഡ്രസ്സ് വിത്ത് പെയ്ഡ് പ്രൊമോഷനാണ് ഞാൻ ചെയ്യണത്. ഞാനെന്നല്ല, ഇപ്പോൾ ഒരുവിധം പേരൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. മെയിനായിട്ട് ഡ്രസ്സ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമുക്ക് പ്രൊമോഷൻ ചെയ്യേണ്ട ആ ഡ്രസ്സ് അയക്കും, നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യും, അത് ഫോട്ടോസ് എടുക്കും, അത് ഇൻസ്റ്റയിലിടും, ഫേസ്ബുക്കിലിടും, യൂട്യൂബിലിടും. ഈ 3 പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ അവർക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രൊമോഷൻ ചാർജ് ആയിട്ട് എക്സ്ട്രാ പേയ്മെൻറ്റും വാങ്ങുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് കൊളാബിന് തരുന്ന പേജുകാരോട് ചോദിച്ചാൽ അറിയുന്നുണ്ടായിരിക്കും. ഞാൻ ആർക്കും അങ്ങനെ, ചിലവർക്ക് മാത്രമാണ് ഞാൻ ബാർട്ടർ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ബാർട്ടർ എന്ന് പറയുമ്പോൾ ചില പേജുകാർ സ്റ്റാർട്ടിങ് പേജുകാരുണ്ടാവും. ഞാൻ മെയിനായിട്ട് നോക്കുക അവരുടെ പേജിൽ എത്രത്തോളം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം റീച്ചുള്ള പേജുകാരാണെങ്കിൽ അവർക്കിപ്പോൾ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നൊരു കുഴപ്പമില്ല. പക്ഷേ സ്റ്റാർട്ടിങ് ഉണ്ടാവുമല്ലോ, 5 ഫോളോവേഴ്സ്, 10, ഒരു 500 ഫോളോവേഴ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ 1000 ഫോളോവേഴ്സിൻ്റെ ഒക്കെ ചോടുള്ള പേജുകാരാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഒന്ന് 4 ആൾക്കാരിലേക്ക് ആ പേജ് ഒന്ന് എത്തിക്കുക, അവരങ്ങനെ രക്ഷപ്പെട്ട് പോട്ടെ വെച്ചിട്ട്. അങ്ങനെ ഞാൻ അങ്ങനത്തെ പേജുകാർക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്
കൊടുക്കുന്നവർക്കൊക്കെ ഞാൻ ബാർട്ടർ ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാത്ത എല്ലാ പേജിക്കും ഞാൻ പെയ്ഡ് പ്രൊമോഷനാണ് ചെയ്ത് കൊടുക്കാറ്. പൈസ വാങ്ങിയിട്ട് തന്നെയാണ് ഞാൻ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അവർ പ്രൊമോഷൻ ചെയ്യേണ്ട സാധനം തരും. എക്സ്ട്രാ വെച്ചിട്ട് ഞാൻ 50,000 10,000 ഒന്നും അല്ല കേട്ടോ, തുച്ഛമായി ചെറിയൊരു പൈസയാണ് വാങ്ങുന്നത്. ഒരു റീലിന് അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു എമൗണ്ട്, കുഞ്ഞൊരു എമൗണ്ട് അവരെ നിന്ന് വാങ്ങാറുണ്ട്. ചില പേജുകാർ ഞാൻ പറയാണ്ട് എനിക്ക് ഇങ്ങോട്ട് എമൗണ്ട് തരുന്നവരുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കുറച്ച് പൈസ നമുക്ക് 4-5 ദിവസം കഴിഞ്ഞ് അവർ ഇട്ട് തരും. ചേച്ചി അത്യാവശ്യം നല്ല ഓർഡർ കിട്ടിയിട്ടുണ്ട്, നല്ല കാര്യം ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവരുടെ സന്തോഷത്തിന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യുന്ന ടീമുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ വെറുതെ ഓസിക്ക് ചെയ്ത് കൊടുക്കല്ല. അപ്പോൾ ചിലവരുണ്ട് വെറുതെ ഡ്രസ്സ് കിട്ടണോണ്ട്, വെറുതെ ഡ്രസ്സ് കിട്ടില്ല, നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. വെറുതെ ഡ്രസ്സ് വാങ്ങിയിട്ടല്ല. അപ്പോൾ നമ്മളതിന് അത്ര വിലയില്ലാത്തവരായിട്ട് കാണേണ്ട ആവശ്യമില്ല. മനസ്സിലായോ ആശ ചേച്ചി? ഇപ്പൊ തോന്നുന്നു ജാഡയായി, സബ്സ്ക്രൈബേഴ്സ് കയറിയപ്പോൾ ജാഡയായി അങ്ങനെ വിചാരിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം പറയേണ്ട കാര്യം ഇവിടെയല്ലോ നമ്മൾ പറയണം. വെച്ചാൽ എനിക്കിപ്പോൾ നിങ്ങളോടായാലും പറയാനുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നായാലും പഠിച്ച കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളത് സ്പോട്ടിൽ പറയുന്നതായിരിക്കും നമ്മൾക്ക് മുന്നോട്ട് ജീവിതത്തിൽ നല്ലത്. അല്ലാണ്ട് നമ്മൾ അയ്യോ അവരെന്താ, ഞാൻ മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ. അയ്യോ അവരെന്താ വിചാരിക്കുക, വേണ്ട പോട്ടെ വെച്ചിട്ട് ഒന്നും പറയില്ല. എത്രയായാലും നമ്മളിനി കാണേണ്ട റിലേഷൻ കുറേ കാര്യങ്ങൾ ഞാൻ ആദ്യം അങ്ങനെ ആയിരുന്നു. അങ്ങനെ എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും അങ്ങനെ ചോദിക്കാനോ പറയാനോ അങ്ങനെയൊന്നും പോയി ഇടുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ അല്ലാണ്ട് ഇപ്പം ഞാൻ മറുപടി കൊടുക്കേണ്ടതാണെങ്കിൽ ഞാൻ അസലായിട്ട് ഇങ്ങനെയാണ് പറയും. എൻ്റെ ഭാഗം എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും ഇപ്പോൾ പറയാറുണ്ട്. മെയിനായിട്ട് നമ്മുടെ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ധൈര്യമൊക്കെ കിട്ടിയതുണ്ട്. സത്യം പറയാട്ടാ, യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ചിങ്ങനെ വന്നതിന് ശേഷം എന്താ വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗട്ട്സ് വേണമെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ആദ്യം ഭയങ്കര നല്ല വിഷമമായിരുന്നു. ചില വീഡിയോസിൽ ഓരോ കമൻസ് ഒക്കെ വരുമ്പോൾ എന്തിനാ അങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് വിഷമിപ്പിച്ച് കമൻറ്റ് ഇടണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. വെച്ചാൽ നമ്മളങ്ങനെ ഇതായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു വർഷത്തോളം ഇതിൽ നിന്നിട്ടാ തോന്നുന്നു നമുക്ക് റിപ്ലൈ കൊടുക്കേണ്ടത്. ഇപ്പൊ ഇത് എനിക്ക് റിപ്ലൈ കൊടുക്കണം തോന്നി. അതാണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞത്. ആ കുട്ടിക്ക് ഞാൻ കമന്റിലൂടെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഈ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ടീംസിനോർക്ക് വേറെ മരുന്നില്ല. അവരവരുടെ ഫ്രസ്ട്രേഷൻ വന്നങ്ങനെ തീർക്കും. ആൾക്ക് ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട് എന്നാണ് ആള് പറയണത്. ഗവൺമെന്റ് ജോലിക്കാർക്ക് വേറെ പണിയൊന്നുമില്ല തോന്നുന്നു. നമ്മുടെ വീഡിയോ കുത്തിരുന്ന് കണ്ട് അതിലിരുന്ന് ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ച് വെറുതെ കുറ്റം കണ്ടുപിടിക്കില്ലാത്തതുകൊണ്ട് 2-3 വീഡിയോയിലായിട്ട് കമന്റ് ഇടണുള്ളൂ. അപ്പൊ വന്ന് ഇങ്ങനെ കമന്റ് ഇടണം. ഗവൺമെന്റ് ജോലിക്കാരാട്ടോ, വേറെ പണിയില്ല അവർക്ക്. നമ്മുടെ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് അതിലിരുന്ന് ഇങ്ങനെ കമന്റ് ഇടലാണ് അവരുടെ പണിയിട്ടാ. ആ ഗവൺമെന്റ് ജോലിക്കാരുടെ വില കളയും. അത് അവനവന്റെ ലൈഫില് സന്തോഷം കണ്ടുപിടിച്ച് ജീവിച്ചു നോക്കിയേ. നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്കുള്ള സന്തോഷങ്ങൾ കണ്ടുപിടിച്ച്, അല്ലാണ്ട് മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അയ്യോ അവൾക്ക് എന്ത് സുഖ. കുറെ പേർക്കുള്ള പ്രശ്നമാണ് എന്തോരം ഡ്രസ്സാ കിട്ടണെന്നുള്ളത്. ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട്, ശരിയാണ്, ഞാൻ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനത് അത്യാവശ്യം ഇപ്പൊ ഞങ്ങളുടെ ഈ റൂമിലെ അലമാരല്ലേ, ആ അലമാരയിലുള്ള ഡ്രസ്സാണ് എനിക്കുള്ള ഡ്രസ്സുകൾ. അല്ലാണ്ട് എക്സ്ട്രാ ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടില്ല. പിന്നെ ഡെയിലി ഇടുന്നത് ഈ ഒരു റൂമിലുണ്ട്. ഈ ഒരു അലമാരയിൽ എൻ്റെ ഡ്രസ്സ് ഉണ്ട്, വിൻഷാന്റെ ഡ്രസ്സ് ഉണ്ട്, തേജപ്പന്റെ പുറത്താട്ടാം. അതിലേക്ക് ഒതുങ്ങാവുന്ന ഡ്രസ്സ് തന്നെ ഉള്ളൂ. പിന്നെയൊക്കെ ഞാൻ അങ്ങനെ കുറെ ഒന്നാമത് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി കുറെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ മുന്നേയും കുറെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഡ്രസ്സ് എനിക്കറിയുന്ന കുറച്ച് കുട്ടികൾ, ആരെന്താന്ന് ഞാൻ പറയണില്ല, അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറെ പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതും പൊട്ട ഡ്രസ്സൊന്നുമല്ല, ഞാൻ നല്ല ഡ്രസ്സ് തന്നെയാണ് ആ കുട്ടികൾക്ക് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രസ്സുകളുടെ. അപ്പോൾ ഇപ്പോൾ ചിലർക്ക് പ്രൊമോഷൻ അറിയും. പിന്നെ ഈ പ്രൊമോഷൻ ചെയ്യണതൊന്നും വലിയ കുറ്റായ കാര്യമൊന്നുമല്ല. ഈ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീഡിയോസൊക്കെ റീച്ച് ആയി കഴിഞ്ഞാൽ, ഞാൻ പറയാത്തവർക്ക് പറഞ്ഞു തരട്ടാ, നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ റീച്ച് ആയി കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് റീച്ച് ആകുന്നുണ്ടെങ്കിൽ അത് മറ്റ് പേജുകാർ, ഒരു ബിസിനസ് ചെയ്യുന്ന പേജുകാർ അവരുടെ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ തരുന്നത്. നമുക്ക് തരണേന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് അത്യാവശ്യമായിട്ട് സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കോ, നിങ്ങൾ തന്നെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എത്ര പേജിൽ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഡ്രസ്സ് ആയാലും എനിക്ക് കുറെ ഡ്രസ്സ് ഞാൻ റിട്ടേൺ ചെയ്യാറുണ്ട്. കാരണം അത്ര ക്വാളിറ്റിയോ അവർ പറയും ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ ഡ്രസ്സിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയക്കും. പക്ഷെ പെയ്ഡ് തന്നെയാണ്, പൈസയും തരും. പക്ഷെ ആ പറയേണ്ട സാധനങ്ങൾ ഡ്രസ്സിലില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്ത് കൊടുക്കണം? ഞാൻ ചെയ്ത് കൊടുക്കാറ്. ഞാൻ 4-5 പേജുകാർക്ക് ഇപ്പൊ തന്നെ ഞാൻ ചെയ്യുന്ന പല പേജിൽ നിന്നൊക്കെ ഡ്രസ്സ് അയക്കുമ്പോൾ ഞാൻ ചില ഡ്രസ്സൊക്കെ ചിലപ്പോൾ 4 ഡ്രസ്സൊക്കെ അയക്കും. അതിന് ചിലപ്പോൾ 2 ഡ്രസ്സൊക്കെ ഞാൻ റിട്ടേൺ അയക്കും. കാരണം അതിനുള്ള ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു റേറ്റിനുള്ള ഡ്രസ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിട്ടേൺ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളത് വാങ്ങിയിട്ട് സൂര്യ ചേച്ചി പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് അതിന് ഒരു കാര്യം ഉണ്ടായില്ല, ആ ഒരു ഇത് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പ്രൊമോഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സ് ആയാലും ഓക്കെ തോന്നിയിട്ട് നല്ലതെന്ന് തോന്നുന്ന ഡ്രസ്സ് മാത്രമേ ഞാൻ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. അതും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനുള്ള ഡ്രസ്സുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ സാധനങ്ങൾ തന്നെ ഞാൻ എവിടെയും പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനത്തെ പേജുകാരായിട്ട് എനിക്ക് കമ്പനി ഉള്ളൂ കേട്ടോ. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയാച്ചാൽ ഞാനിപ്പോൾ ഒരു ഡ്രസ്സിന്റെ വീഡിയോ പെയ്ഡ് അവരിൽ നിന്ന് പൈസ വാങ്ങി ഡ്രസ്സും വാങ്ങി വീഡിയോ ചെയ്ത് കൊടുത്തു. അവർക്ക് അതൊരു കാര്യമായില്ല. അവർക്ക് ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തിട്ട് അവർക്കൊരു സെയിൽ നടന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഫോളോവേഴ്സ് കയറിയില്ല, ഒന്നും വന്നില്ല.
അങ്ങനെ വന്നവർക്കൊരു കാര്യമായില്ലെങ്കിൽ അവർക്ക് രണ്ടാമത്തെ ഡ്രസ്സ് തരില്ല ഇല്ലല്ലോ, അവർ തരില്ലേ. സൂര്യക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് വേണ്ട അടുത്ത ആൾക്കാരെ പിടിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മളെ അവർ തിരിഞ്ഞു നോക്കില്ല. ആ ഒരു പ്രൊമോഷനോട് കൂടി നമ്മൾ ഒഴിവാക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല അനുഭവം. ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്ത സെയിം പേജുകാർ 4-5 വട്ടം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പ്രൊമോഷൻ തരുന്നുണ്ട് വിത്ത് പേയ്മെന്റും തരുന്നുണ്ട്, ഈ പറയുന്ന ഡ്രസ്സും തരുന്നുണ്ട്, ഞാൻ പ്രൊമോഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ പെയ്ഡ് പ്രൊമോഷൻ എനിക്ക് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും തരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യമല്ലേ ഞാൻ ചെയ്ത് കൊടുക്കണത്. ഞാൻ ചെയ്ത് കൊടുക്കണതിന്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ സെയിൽ നടക്കുന്നുണ്ട്, കാര്യമാവുന്നുണ്ട്. അതുകൊണ്ടല്ല അവർക്ക് വീണ്ടും പ്രൊമോഷൻ ഡ്രസ്സ് തരുന്നത്. അപ്പോൾ അങ്ങനെ അത്ര ചിന്തിച്ചാൽ മതി. ഞാൻ ചിന്തിച്ചാൽ മതിയല്ലോ. ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ര വേണ്ടു. കാരണം ഞാൻ അവരുടെ നിന്ന് പൈസ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ വീണ്ടും എനിക്ക് ആ പൈസ തന്നിട്ട് വീണ്ടും ഡ്രസ്സ് അയച്ചിട്ട് പ്രൊമോഷൻ ചെയ്ത് തരാൻ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കാര്യം അവിടെ ആവുന്നുണ്ട്. പല വിചാരം വീണ്ടും അയക്കുന്നുണ്ട്. ചേച്ചി 4-5 ഡ്രസ്സ് അയക്കട്ടെ, ചെയ്ത് തരുമോ, പൈസ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് അത്രയും കാര്യം ആവണോണ്ടാണ് അവർ തരണത് എനിക്ക്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ കിട്ടുന്ന കണ്ടിട്ട് അവൾക്ക് കുറേ ഡ്രസ്സ് കിട്ടുന്നുണ്ട് വെച്ചിട്ട് കുശുമ്പ്, പിന്നെ പച്ച മലയാളത്തിൽ പറയുക കുനിട്ട് കുശുമ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ആശ എന്നാണ് എൻ്റെ പേരിട്ടാ, ആശയാള് കാര്യമില്ല. വെറുതെ ഇരുന്ന് കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. വെറുതെ ഇരുന്ന് ഓരോരുത്തരുടെ വീഡിയോയിൽ കമന്റ് ഇട്ടാൽ പ്രൊമോഷൻ കിട്ടുന്നില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ കിട്ടും. അത്ര മോശപ്പെട്ട ഫീൽഡൊന്നുമല്ല യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള വീഡിയോ ചെയ്യാണ്ടിരുന്നാൽ മതി. നമുക്ക് മറ്റുള്ളവരെ കുറ്റം മറ്റുള്ളവരെ കൊണ്ട് അയ്യേന്ന് പറയിപ്പിക്കാത്ത രീതിയിലുള്ള വീഡിയോസ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ യൂട്യൂബിൽ തന്നെ റീച്ചിന് വേണ്ടിയിട്ട് എന്തൊക്കെ വൃത്തികളൊക്കെ ചെയ്യേണ്ട ഓരോരുത്തർ. അങ്ങനെയൊന്നും ചെയ്യാണ്ട് നല്ല ഒരു എൻ്റെ വീഡിയോയിൽ വരുന്നുണ്ട്, നല്ല പോസിറ്റീവാണ്, ചേച്ചിയുടെ വീഡിയോ കണ്ടാൽ തന്നെ ഒരു ആശ്വാസമാണ്, അങ്ങനെ തോന്നിക്കുക. അങ്ങനെ അവർക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുക. അതായത് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യല്ല. നമ്മുടെ ലൈഫിൽ നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ മാത്രം ഷെയർ ചെയ്താൽ മതി. നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ കാണുമ്പോൾ തന്നെ ചിലവർക്ക് അതൊരു സന്തോഷമാണ്, ചിലവർക്ക് ഈ പറഞ്ഞ പോലെ കുശുമ്പും ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ ചെയ്യണോണ്ടൊന്നും കുഴപ്പമില്ല. പാഷന് ഇപ്പോൾ ചോദിക്കും, നിങ്ങൾ കമന്റ് ബോക്സ് ഓൺ ആക്കിയിരുന്നത് കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ടല്ലേന്ന്. അതെ, കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമന്റ് ബോക്സ് ഓൺ ആക്കിയിരുന്നത്. ഒപ്പം വരുന്ന കമന്റ്സിന് റിപ്ലൈ, ഇവിടെ പണിക്കാരുണ്ട് അതായത് നോക്കണവരെൻ്റെ വർത്താനം കേൾക്കി വെച്ചിട്ട്, വരുന്ന കമന്റ്സിന് റിപ്ലൈ കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് കമന്റ് ബോക്സ് ഓൺ ആക്കിയിരുന്നത്. അതാട്ടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രൊമോഷൻ്റെ ഏകദേശം മനസ്സിലായി. ഇപ്പോഴും കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി പ്രൊമോഷൻ്റെ ഡ്രസ്സൊക്കെ കിട്ടുമോ എന്നൊക്കെ. കിട്ടും. ഞാൻ പെയ്ഡ് പ്രൊമോഷനാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഒരു ലാഭം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ബൾക്കായിട്ട് വരില്ല. ചിലവർ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഒന്നും അയ്യോ പിന്നെ തരാനൊക്കെ പറഞ്ഞിട്ട് മാറും. അല്ലെങ്കിൽ ബാർട്ടർ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് പ്രൊമോഷൻ ചെയ്യാനേ നേരം ഉണ്ടായിരിക്കുള്ളൂ, അത്രയും ഡ്രസ്സ് ഓരോരുത്തർ അയച്ചു തരും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക, വീഡിയോ ചെയ്ത് കൊടുക്കുക, ഡ്രസ്സിന് ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കുക, അങ്ങനെയല്ല. പെയ്ഡ് ആകുമ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടാവും. ഒരു മീഡിയം ലെവലിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, നമുക്കും ഒരു ടൈം ഫ്രീഡാണ്. അല്ലെങ്കിൽ നമുക്ക് തീരെ ഭയങ്കര ബിസി ആയിട്ട് മാറും ബാർട്ടറൊക്കെ ചെയ്യുമ്പോൾ. പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ട് തന്നെ ഇത്രയും ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാർട്ടർ ആണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് നേരം ഉണ്ടാവില്ല, നമുക്കൊരു ഫ്രീഡം കിട്ടില്ല. അതാണ് ഫുൾ പെയ്ഡ് പ്രൊമോഷൻ ആക്കിയത് കേട്ടോ. ബാക്കി പണിയിലേക്ക് കിടക്കട്ടെ, നമുക്ക് ആദ്യം സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചില കമന്റ്സ് അങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നും. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ചില കമന്റ്സ് അങ്ങോട്ട് ഒഴിവാക്കി വിടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ കുറെ പേർക്കുള്ള ഡൗട്ടാണ് കേട്ടോ. നമുക്ക് പ്രൊമോഷൻ ചിലർ നോർമലി ചോദിക്കുന്നതാണ്, പ്രൊമോഷൻ കിട്ടുമ്പോൾ ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടുമെന്ന്. അതാട്ടെ ഞാൻ ക്ലിയർ ആക്കിയത്. പിന്നെ ഞാനിതേ കുളിക്കണേക്കാൾ മുന്നേ നന്നായി വെളിച്ചെണ്ണ ഒന്ന് പറട്ടാന്ന് വിചാരിക്കണേ. ഞാൻ ഡെയിലി വെളിച്ചെണ്ണ പറട്ടണ ആളൊന്നല്ല, ഡെയിലി അല്ല, ഞാൻ കുറെ ഉണ്ടിട്ട് പറട്ടിയിട്ട്. അപ്പൊ ഇന്ന് നന്നായി വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊക്കെ കട്ട് ചെയ്തത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യാട്ടാ. ഇത് ഹെയർ ഗ്രോത്ത് സീറം അല്ല, അതായത് ഇതിന് ലോറിയലിന്റെ തന്നെ ഷാമ്പും കണ്ടീഷണറും ഒക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് ഹെയർ സീറം ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ ഞാൻ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സീറാണ് കാണിച്ചത് കേട്ടോ, ലോറിയലിന്റെ. അതെല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡ് തന്നെ ആയിരിക്കും, ഒരു വിധം ബ്യൂട്ടി പാർലറിലൊക്കെ യൂസ് ചെയ്യുന്ന സീറം തന്നെയാണ് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ അല്ലാണ്ട് ഞാനൊരു ഹെയർ ഗ്രോത്ത് സീറം, അതായത് നമുക്ക് മുടി കൊഴിയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു സീറം ഉണ്ട് കേട്ടോ. ഞാൻ ചെയ്യാം, ഒരു ഷോർട്സിൽ എന്തായാലും എനിക്കൊരു പ്രൊമോഷൻ വന്നിട്ടുണ്ട് ആ സീറത്തിന്റെ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചേക്കട്ടെ. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ ഒരു ഷോർട്സിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ നോർമലി നമ്മുടെ മുടി പുറത്തേക്കൊക്കെ പോകുമ്പോഴേ മുടി ഇങ്ങനെ ഡ്രയറൊക്കെ വെച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്ന സീറാണ് കേട്ടോ ഇത്. പിന്നെ വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ തോന്നിയാലാണ് അതുപോലെ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ നന്നായി തേച്ച് കുളിക്കാറ്. അതായത് കുളിക്കില്ല എന്നല്ല കേട്ടോ, തലയൊക്കെ നന്നായി ഡെയിലി കുളിക്കാറുണ്ട്. പക്ഷെ വെളിച്ചെണ്ണ തേച്ചിട്ട് ഇങ്ങനെ കുളിക്കല് ഞാൻ ഡെയിലി ഒന്നും ചെയ്യാറില്ല. എനിക്കത് എനിക്ക് വെളിച്ചെണ്ണ തേക്കണം എന്ന് തോന്നിയാൽ മാത്രം ഞാൻ തേക്കുക. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ഇതുപോലെ സിറവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുക.
പക്ഷെ ഞാനൊരു വെളിച്ചെണ്ണ തേക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ എണ്ണ അങ്ങോട്ട് പൊത്തും, തല മൊത്തം എണ്ണയ്ക്കും, തുമ്പത്തും നെറുകിലും നിറച്ച എണ്ണ പൊത്തിയൊരു എണ്ണ പാടാവൂട്ട. ഞാൻ എണ്ണ തേക്കൽ കഴിഞ്ഞു, ഞാൻ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. മുഖത്ത് പിന്നെ ഞാൻ തേജുവിന് തേച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ ബാക്കി മുഖത്ത് തേക്കാറുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. തേജുവിന് ഡെയിലി തേച്ച് കൊടുക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും പാക്ക് ഇടണമെന്നുണ്ട് മുഖത്ത്. പക്ഷെ ആരെങ്കിലും ഒക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ, അതുകൊണ്ട് പാക്കൊന്നും ഇടുന്നില്ല, എണ്ണ തേച്ചു. ഇനി നമുക്ക് പണികളിലേക്ക് കിടക്കാം. കയ്യുമൊക്കെ തേച്ചിട്ടുണ്ട്, പണിയിലേക്ക് പോകും. പണി എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല കേട്ടോ, തലേന്ന് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാതും ഒതുക്കിയെടുത്ത് വെക്കണം. ഒന്ന് പലചരക്ക് സാധനങ്ങളും അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇല്ല, എല്ലാം പാത്രത്തിലാക്കി ബാക്കി എല്ലാതും ഒതുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് ആക്കേണ്ട സാധനങ്ങളാട്ടോ പൊട്ടിച്ചിട്ട് ആക്കണത്. പിന്നെ എന്താ പറയുക, നട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളതും ഡൈറ്റ്സും എല്ലാതും ഇതേ പാത്രത്തിലാക്കി മാറ്റി വെച്ചു. പിന്നെ പയറ് മുതിര അത് ഞാൻ കുറച്ച് ശേഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അളുക്കിലാക്കി വെച്ചു. പിന്നെ നമുക്ക് ആക്കാറായിട്ടില്ല കേട്ടോ, ബാക്കി ഈ ഇരിക്കുന്ന സാധനങ്ങളൊന്നും പാത്രത്തിലാക്കാറായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ ഒരു വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ടുണ്ട്, അതിലാക്കിയിട്ട് ഞാൻ ഇവിടെ അകത്ത് വെക്കുകയായിട്ട് ചെയ്യാം. അപ്പോൾ പൊട്ടിച്ചാക്കാൻ, അതായത് കഴിഞ്ഞ സാധനങ്ങളൊക്കെ മാത്രം ഞാൻ പൊട്ടിച്ചത് നിറച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇതേ കണ്ടോ, ഈ ഒരു കൊട്ടാട്ട, ഈ ഒരു കൊട്ടയിൽ ഞാൻ എല്ലാം നിറച്ച് വെക്കും. പിന്നെ ഓരോ പാത്രങ്ങൾ ഒഴിയുമ്പോൾ ഇതൊന്നും എടുത്ത് പൊട്ടിച്ചിട്ട് ആക്കാട്ടെ ചെയ്യാറ്. ഇങ്ങനെ ഒതുക്കി വെക്കാട്ടെ ചെയ്യുക. ഇതിലിപ്പോൾ അരിപ്പൊടി, അതുപോലെ തന്നെ പുട്ടുപൊടി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി ബാക്കി വന്ന ഇത് ഈ ഒരു കവറിലും ആക്കി കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കാറ്. ബാക്കിയുള്ളത് കേട്ടോ, ഇതാവുമ്പോൾ നമുക്ക് ഇവിടുന്ന് വന്ന് എടുത്താൽ മതി. ഇപ്പം എന്തെങ്കിലും ഇല്ലെങ്കിൽ പോലും നമുക്കൊന്ന് വന്ന് ചെക്ക് ചെയ്താൽ മതി കവറിലുണ്ടോ, നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. പിന്നെ ദാഹശമിനി ഇതേ 2 പാക്കറ്റ് പൊട്ടിച്ച് ഈ ഒരു പാത്രത്തിലാക്കി ബാക്കി ദാഹശമിനി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇത് ടിഷ്യൂ വാങ്ങിയതാണ്, ഇങ്ങനത്തെ ടിഷ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു പേപ്പർ. അപ്പം ഞാൻ അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. കുറേ നാളായിട്ട് ഇവിടെ അങ്ങനെ ടിഷ്യൂ വെക്കണം എന്ന് വിചാരിച്ചിട്ട്. ഇനിയുള്ളത് ക്ലീനിങ് പ്രോഡക്ട്സ് ആട്ടോ. നമുക്ക് തുണിയൊക്കെ വാഷ് ചെയ്യുമ്പോൾ വേണ്ടതും, തുടയ്ക്കുമ്പോഴും ബാത്റൂം ക്ലീനറും അങ്ങനത്തെ എല്ലാ കുറച്ച് ഐറ്റംസ്, സോപ്പ്, പാത്രം കഴുകണ സോപ്പ്, പേസ്റ്റ്, ഇങ്ങനത്തെ ഐറ്റംസ് ആട്ടോ. അതിനി വേറെ എടുത്ത് വെക്കണം. പിന്നെ ഇത് നമുക്ക് അപ്പുറത്തെ നമ്മുടെ കിച്ചണിൽ ബക്കറ്റിലും ഇതേ ഈ ഇരിക്കണ ഒരു 2 പിങ്ക് പാത്രമില്ലേ ബോട്ടിൽ, അതിൽ ഞാൻ കുറച്ചാക്കി വെക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇതിൽ വെക്കും. അതായത് ഞാനിപ്പോൾ അരിപ്പൊടി, നമ്മുടെ നൂൽപ്പെട്ട് ഉണ്ടാക്കണ പൊടി, അതൊക്കെ ഞാൻ 2 പാക്കറ്റ് വാങ്ങും. ഒരു പാക്കറ്റ് അപ്പുറത്ത് ഞാൻ അടിയിൽ കൊണ്ടേക്കും, ഒരു പാക്കറ്റ് ഇതേ ഇവിടെയും ഇതിലും വെക്കും കേട്ടോ. ഇത് നമുക്ക് ഡെയിലി എടുക്കേണ്ട സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വെക്കുക. അപ്പോൾ അതൊക്കെ ഇതുപോലെ പൊട്ടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇതിലാക്കിയിട്ട് വെക്കുകയായിട്ട് ചെയ്യുക. എല്ലാം ഞാൻ ബോട്ടിലാക്കാറില്ല കേട്ടോ, ഇത് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുക ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത്, നമ്മുടെ കിച്ചണിൽ ഇപ്പോൾ ഇത്ര സൗകര്യമില്ലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയണ പോലെ ഇത് ഉള്ളിടത്തൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒതുക്കി വെക്കുകയായിട്ട് ചെയ്യുക. ക്ലീനിങ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പ്ലാസ്റ്റിക്കുകളുണ്ട് കേട്ടോ, കവറുകളൊക്കെ ഇല്ല, അതൊക്കെ ഞാൻ പറക്കിയിട്ട് നമ്മുടെ ചേച്ചിമാർ എടുക്കാൻ വരുമല്ലോ. അപ്പോൾ അവർക്കുള്ളത് അവരുടെ വേറൊരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്കുള്ള ഒരു സാധനമാണ് കേട്ടോ നേന്ത്രപ്പഴവും റോബസ്റ്റ് പഴവും. അത് ഇതേ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി അല്ല, പച്ചമുളകും നമ്മുടെ ചുവന്നുള്ളിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കൊട്ടയിൽ കുറേ പേര് പറഞ്ഞു ന്യൂസ് പേപ്പറൊക്കെ വെച്ചോ, അപ്പോൾ പിന്നെ ചളി പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചീഞ്ഞാൽ പോലും കൊട്ട കേടാവില്ല എന്ന്. അപ്പോൾ ന്യൂസ് പേപ്പർ എൻ്റെ കയ്യിൽ കുറവാണ്, വിൻഷേട്ടന് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ വിൻഷേട്ടന് ചോറ് കൊണ്ടുപോകുന്ന ബട്ടർ പേപ്പറാണ് കേട്ടോ. അത് കുറേ പേര് ചോദിച്ചു, ചേച്ചി ചോറ് എന്തുകൊണ്ടാണ് പൊതിഞ്ഞതെന്ന്. ഇത് കടയിൽ ബട്ടർ പേപ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ തരും കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ അതൊന്നൊരു 3 എടുത്തിട്ട് ഞാനിത് കൊട്ടയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാട്ടോ പച്ചക്കറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതും സെറ്റാക്കിയിട്ട് നമ്മുടെ ഒരുവിധം ഒതുക്കി പറക്കലൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള പണി എന്ന് പറയുന്നത് അടിച്ചോരി തുടക്കലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. വേഗം എല്ലാതും തട്ടിക്കുടഞ്ഞ് നമ്മുടെ അടിച്ചോറിലും തുടക്കലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കുന്ന വീഡിയോയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത് നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അടിച്ചോറിനൊരു ക്ലിപ്പ് തന്നെ എടുത്തിട്ടുള്ളൂ. എൻ്റെ അടിച്ചോരിയിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ അത് ഞാൻ തുടയ്ക്കണമെന്നൊന്നും കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല. നല്ല ഉഷ്ണിച്ച് തുടങ്ങി. അപ്പം ഇനി വേഗം കുളിക്കണം, തലയൊക്കെ നന്നായി കഴുകണം. ആകെ നനഞ്ഞ് എണ്ണപ്പാടം എന്നൊക്കെ പറയില്ല, എണ്ണപ്പാടം പോലെയുണ്ട് തല ഇരിക്കണത്. അപ്പോൾ തല കഴുകണം, പിന്നെ ബാത്റൂം ഒന്ന് കഴുകണം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരാം. പിന്നെ ഞാൻ പിന്നെ വന്നിട്ടേക്ക് ചായ കുടിക്കണം. നല്ല വിശക്കുന്നുണ്ട്. ഈ എണ്ണ തേച്ച കാരണമാണ് ഞാൻ ചായ കുടിക്കാത്ത. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചായ കുടിച്ചിട്ടുണ്ടാവും. പണ്ടൊക്കെ മീൻസ് എൻ്റെ അടുത്ത് ഇങ്ങനെ അവിടെ വിൻഷേട്ടൻ്റെ വീട്ടിലാവുന്നു കേട്ടോ. അവിടെ പറയുക എണ്ണ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല, എണ്ണ വെച്ചിട്ട് ഫുഡ് കഴിച്ചാൽ എന്താ ദാരിദ്ര്യം വരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ അതുപോലെ ആരോ തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടിയിട്ട് വിളക്ക് കൊളത്തരുത് എന്നിങ്ങനെ കമൻസ് കണ്ടു. അത് എന്താ എനിക്കറിയില്ല, അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നേ. 2-3 വട്ടമായിട്ട് ഞാൻ ആ കമൻസ് ഇങ്ങനെ കാണണു.
അപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഞാൻ വേഗം കുളിച്ചിട്ട് ബാത്റൂമൊക്കെ കഴുകി കുളിച്ചിട്ട് ചായ കുടിക്കണം, നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ആ ചായ കുടി കഴിഞ്ഞാൽ അങ്ങനെ അതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമുക്ക് വിൻഷാട്ട് ഇപ്പോൾ പെട്ടെന്നാണ് വിളിച്ചത് കുന്നംകുളത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. കുന്നംകുളത്ത് വേറെ ഒന്നല്ല വരുന്നുണ്ടോ ഇല്ല, അപ്പോൾ വിൻഷാട്ടൻ കുറച്ച് കഴിഞ്ഞാൽ വരും തോന്നുന്നു. അപ്പോൾ വേറെ ഒന്നല്ല, എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോവാറായിട്ടുണ്ട്. പോച്ച് തന്നെ പറയാം. കാരണം ഇവിടെ ലൈൻ വന്നിട്ടുണ്ട്, ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. പിന്നെ അത് ഡിസ്പ്ലേ പോവാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് പോവില്ല, ഒരാഴ്ചയായിട്ടുണ്ട് ലൈൻ വന്നിട്ട്. ചിലപ്പോൾ ഒരു മാസമൊക്കെ കൊണ്ട് നടക്കാൻ പറ്റും, പിന്നെ ഡിസ്പ്ലേ പോകും. അപ്പോൾ പെട്ടെന്ന് എന്നെ സംബന്ധിച്ച് ഒരു സുപ്രഭാതത്തിൽ ഡിസ്പ്ലേ പോയി ഞാൻ പെട്ട്. കാരണം എനിക്ക് ഫോണില്ലാണ്ട് പറ്റില്ല. നമുക്ക് അറിയാലോ, നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണ കാരണം ഫോണിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇപ്പോൾ. അതുകൊണ്ട് ഫോൺ എന്തായാലും എനിക്ക് ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഫോൺ മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ പോകാനാണ് തോന്നുന്നു കേട്ടോ കുന്നംകുളത്തേക്ക്. അപ്പോൾ എൻ്റെ ഇപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണ ഫോൺ ഏതാന്ന്. ഞാനുണ്ടല്ലോ 40 Pro Max യൂസ് ചെയ്യണത്. ഇപ്പം എൻ്റെ സെറ്റ് കിട്ടാ 40 Pro Max ആണ്. 40 Pro Maxന് എപ്പോഴും വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് 2 വർഷം കഴിഞ്ഞാൽ ലൈൻ വീടല് കേട്ടോ, ഗ്രീൻ ലൈൻ വീടല്. അപ്പോൾ അത് വീണിട്ടുണ്ട് എന്തായാലും. ഇനിയിപ്പോൾ മാറ്റേണ്ടി വരും. ഇനിയിപ്പോൾ ഏതെടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. സത്യം പറഞ്ഞാൽ കുരുമേൽ കുരു എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയായി ഇപ്പോൾ. കാരണം നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ടൈമിലാണ് ഇപ്പം ഇങ്ങനെ ഒരു പണി വന്നത്. പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ, ഡിസ്പ്ലേ പോകാന്നൊക്കെ പറയുന്നത് പ്രതീക്ഷിക്കാണ്ട് വരുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പം അടുത്തൊന്നും ഇപ്പം അടുത്ത് എൻ്റെ പ്ലാനിലേ ഇല്ല ഫോൺ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം പ്രതീക്ഷിക്കാണ്ട് വന്നുകൊണ്ട് ഞാൻ മൊത്തം ലോക്കായി ആകെപ്പെട്ടിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഫോൺ നമുക്കില്ലാണ്ട് പറ്റൂല. നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ എന്തായാലും ഫോൺ വേണം. അതുകൊണ്ട് ഫോൺ ഇല്ലാണ്ട് പറ്റൂല. അതുകൊണ്ട് എന്തായാലും ഫോൺ മാറ്റേണ്ടി വരുന്നതാണ് ഇപ്പോൾ നിഗമനത്തിൽ നിൽക്കണത്. അപ്പം അത് നോക്കാനാണ് കുന്നംകുളത്തേക്ക് പോണത്. ഞാൻ കുന്നംകുളത്ത് നിന്നാണ് ഫോൺ എടുത്തത്. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നിട്ട് ഇത് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ 3-4 നൂൽപ്പെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അതും നമ്മുടെ കറിയും കൂട്ടി. പിന്നെ ഇത് ചായ ചൂടാറാനാണ് കേട്ടോ 2 കപ്പിലാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അതും കൂട്ടിയിട്ട് വേഗം ചായ കുടിക്കാൻ നോക്കുന്നുണ്ട്. ഇനി വേഗം പുറപ്പെടണം കേട്ടോ, വിൻഷാട്ടപ്പോൾ വരും. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. തെറ്റ് പറ്റാത്തവരും കുറ്റമില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. പിന്നെ എനിക്ക് വീണ്ടും എടുത്ത് പറയാനുള്ള ഒരു കാര്യം, വീഡിയോസ് കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട. നമ്മളെ ഇഷ്ടയ്ക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന മാത്രം എൻ്റെ വീഡിയോസ് കണ്ടാൽ മതി എന്നുള്ളൂ. എനിക്ക് ആ സപ്പോർട്ട് മാത്രം മതി. എന്നെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി വേഗം പുറപ്പെട്ടിട്ട് നമ്മൾ കുന്നംകുളത്തേക്ക് പോകണേ. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഫോൺ അടിച്ചു പോയില്ലെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.